മതം മാറ്റാനുള്ള കാമുകന്റെയും കുടുംബത്തിന്റെയും സമ്മർദ്ദത്തെ തുടർന്ന് 23-കാരിയായ TTC വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാകും കേസ് അന്വേഷിക്കുക. കോതമംഗലം, കുട്ടമ്പുഴ ഇൻസ്പെക്ടർമാരുൾപ്പെടുന്ന പ്രത്യേക സംഘത്തിനാണ് SP രൂപം നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യും. അധ്യാപികയാകാൻ മോഹിച്ച 23-കാരിക്ക് പഠനം പൂർത്തിയാക്കും മുമ്പേ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കേണ്ടി വന്നത് ജീവന് തുല്യം സ്നേഹിച്ച കാമുകൻ റമീസിന്റെ മതഭ്രാന്തും ചതിയും മൂലമെന്നാണ് ആരോപണം. ആലുവ UC കോളേജിൽ BA മലയാളം ക്ലാസ്സിൽ സഹപാഠികളായിരിക്കെ തുടങ്ങിയതാണ് റമീസുമായുള്ള പ്രണയം. പഠിക്കാൻ മിടുക്കിയായിരുന്ന യുവതി ഡിഗ്രി തോറ്റ റമീസിനെ 1 വർഷം കാത്തിരുന്ന് അയാളെ പഠിപ്പിച്ച് ജയിപ്പിച്ച ശേഷമാണ് പിന്നീട് TTCക്ക് ചേർന്നത്. പാനായിക്കുളത്തെ വീടിനടുത്ത് ആരുമായും അധികം സൗഹൃദം പുലർത്താത്തയാളാണ് അറസ്റ്റിലായ റമീസ്. ഇയാളുടെ പിതാവ് റഹീമും ക്രിസ്ത്യാനിയായിരുന്ന മാതാവ് ഷെറിയും പ്രേമിച്ച് വിവാഹിതരായവരാണ്. പറവൂർ വെടിമറയിലെ തറവാട്ടിൽ നിന്ന് 20 വർഷം മുമ്പ് പാനായിക്കുളത്തേക്ക് താമസം മാറി. ഇറച്ചി, കോഴി കച്ചവടമാണ് റഹീമിന്. പാനായിക്കുളത്ത് 2 വർഷം മുമ്പ് തുടങ്ങിയ ബീഫ് സ്റ്റാൾ നോക്കി നടത്തിയത് റമീസ് ആയിരുന്നു. ഇത് പൂട്ടിയതിനെ തുടർന്ന് ജോലിയൊന്നുമില്ലാതെയായി. ബന്ധുക്കളായ യുവാക്കളുമായി മാത്രം സൗഹൃദം. അനാശാസ്യ കേസ് കൂടാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ബിനാനിപുരം സ്റ്റേഷനിൽ 2 കേസുകളുണ്ട്. പാനായിക്കുളത്തും പരിസരത്തുമായി 3 ഇറച്ചിക്കടകൾ നടത്തുകയാണ് പിതാവ് റഹീം. പാനായിക്കുളത്തെ പഴയ വീടിനോട് ചേർന്നാണ് ഒരു കട. അടുത്തിടെ മില്ലുപടി ബസ് സ്റ്റോപ്പിലെ ഗോഡൌണിന് സമീപം പുതിയ വീട് വാങ്ങി താമസം ഇവിടെയാക്കി. പാനായിക്കുളത്തെ ഇവരുടെ ഒരു കടയിൽ നിന്ന് 2 വർഷം മുമ്പ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. റമീസിന് വിവാഹിതയായ സഹോദരിയുണ്ട്. സാമ്പത്തികമായി നല്ല നിലയിലുള്ളതാണ് ഇവരുടെ കുടുംബം. യുവതിയുടെ കുടുംബത്തിൽ 3 മാസത്തിനുള്ളിലെ 2ാമത്തെ ദുരന്തമാണിത്. പിതാവ് കഴിഞ്ഞ മെയ് 12-ന് കോതമംഗലത്തെ കുരൂർ തോട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. അച്ഛന്റെ മരണം യുവതിയെ തളർത്തിയിരുന്നു. കോതമംഗലത്തെ ഒരു വീട്ടിലെ ജോലിക്കാരിയാണ് അമ്മ. ജ്യേഷ്ഠൻ ഇതേ വീട്ടിലെ ഡ്രൈവറാണ്. സഹോദരിയുടെ ആത്മഹത്യയിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്ന് സഹോദരൻ പറഞ്ഞു. ശാരീരികമായും മാനസികമായും സഹോദരി ഒരുപാട് പീഡനത്തിനിരയായെന്നും റമീസിന്റെയും കുടുംബത്തിന്റെയും ലക്ഷ്യം മതപരിവർത്തനം ആയിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. ഇതിന് റമീസിന്റെ കൂടുതൽ ബന്ധുക്കൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും സഹോദരൻ ആരോപിച്ചു. 2 ദിവസം മുമ്പാണ് യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. റമീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. റമീസിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ യുവതിയുടെ കൈവശമുണ്ടായിരുന്നതായി സുഹൃത്ത് ജോൺസി പറഞ്ഞു.